നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കടയുടെ പേരൊന്നും അറിയത്തില്ല നമുക്ക്. നമ്മളതിന് പറയാറുള്ളത് പൊറോട്ടക്കട, പിന്നെ റോഷൻ പറയും ദോശക്കട, പിന്നെ ചിലർ പറയും ഇത് ബായുപാത കട, പിന്നെ ബംഗാളിക്കട അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല. നമുക്കിവിടെ ആകെ അറിയാമെന്ന് വെച്ചാൽ 6 പേര് 4 പേര് വന്നാലും ഞങ്ങളൊരു പെപ്പർ ചിക്കൻ പറയും, എല്ലാവരും കുറച്ച് പൊറോട്ട പറയും, കുറച്ച് മയണൈസ് പറയും, കുറച്ച് ഗ്രേവി പറയും, 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. 50 രൂപ ആവത്തത്. ഒരിക്കലും ചായ ഉണ്ട് ഇവിടെ. ഞാൻ കഴിക്കാറില്ല. അവിടെ സോഡാകാരം ഇതിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെനു ആണ്. കട കണ്ട ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം അത്യാവശ്യം എല്ലാ സാധനം ദോശ ചമ്മന്തി കിട്ടി, അൽഫാം കിട്ടും, മന്തി കിട്ടും, എല്ലാ സാധനം കിട്ടും. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഫുഡ് കഴിക്കാം? അതെ, ഇതുവരെ ഫുഡ് ഇൻഫെക്ഷൻസ് ഞാൻ മുട്ട നിൽക്കുന്ന ഗോകൾ. ഈ വീഡിയോ എടുത്തിരി, ഞാൻ കഴിച്ചിട്ട് വരാം. നമുക്കത് ഈ വീഡിയോ എടുത്തിരി, ഞാൻ കഴിച്ചിട്ട് വരാം. നമുക്കത് എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ വക്കീലുമായിട്ട് വരാം. പൊറോട്ട അടിച്ചല്ലെന്ന് പറഞ്ഞ ആൾ കമന്റ്, പ്രത്യേകിച്ചും ആലപ്പുഴക്കാരാണെങ്കിൽ അങ്ങനെ ഉറപ്പാണ് കമന്റ്. ആരും കമന്റ് ഇടണ്ട, ഇതിനേടം തന്നെ കമന്റ് പറയുന്നുണ്ട്. പൊതുവെ എല്ലാവർക്കും നല്ല ഇതാണ് കിട്ടാറുള്ളത്. അങ്ങനത്തെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഇന്ന് തന്നെ നമുക്ക് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള നിന്റെ വിധി. ഒരു ദോഷമാണല്ലോ മനസ്സിലായിരുന്നു, മനസ്സിലാക്കിയായിരുന്നു. നല്ല ചൂടുണ്ട്. ഇതിന്റെ പേര് ഹോം ബേക്സ് ഹോട്ട്സ് ആൻഡ് കൂൾ ഷവർമ അൽഫാം. ഇപ്പൊ പുറത്ത് അടിച്ചില്ലായിരുന്നു, അതിന്റെ ഒരു വിഷമമുണ്ട്. ഇപ്പൊ വരുന്നവർക്ക് സാരില്ല, നമുക്ക് നാളെ നോക്കാം. അപ്പൊ നമുക്ക് ലേറ്റ് ആയിട്ടായിരിക്കാം. ണ്ടല്ലോ എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ലേറ്റ് ആയിട്ടായിരിക്കാം ഉണ്ടാവാ. വീഡിയോ എടുക്കുന്നുണ്ട് വരാത്ത ഓക്കെ, ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.